നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ആർഡിനോ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ ഡിലേ ഉപയോഗിക്കാതെ എങ്ങനെ ഡിലേ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഒന്നിലധികം LED-കളോ മോട്ടോറുകളോ ഓണോ ഓഫോ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഡിലേ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ കോഡിൽ നോക്കിയാൽ പിൻ നമ്പർ സെറ്റ്, നമ്മളിപ്പോൾ ആർഡിനോയുടെ ഒരു കോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സെറ്റപ്പ് ഉണ്ടാവും. സെറ്റപ്പിനുള്ളിൽ എഴുതുന്ന കോഡ് ഒരു പ്രാവശ്യം മാത്രമേ റൺ ആവുള്ളൂ. അതിനുശേഷം ലൂപ്പിൽ എഴുതിയിരിക്കുന്നത് ലൈൻ ബൈ ലൈൻ 1 by 1 ആയിട്ട് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ലൈനിലെ കോഡ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഒന്നാമത്തെ ലൈനിലെത്തി വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയായിരിക്കും ആർഡിനോയുടെ പ്രോഗ്രാം റൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് 2 LED അല്ലെങ്കിൽ ഒരു മോട്ടറോ ഉണ്ടെന്ന് വിചാരിക്കും. ആദ്യത്തെ ഡേറ്റ റൈറ്റ് 9 ഹൈ എന്ന് പറഞ്ഞാൽ 9ാം പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ ഓൺ ആവുന്നു. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും അത് ഓഫ് ആവുന്നു. അതേപോലെ 7ാമത്തെ പിന്നിൽ എഴുതിയിരിക്കുന്ന ഹൈ ഒരു മോട്ടർ ഓൺ ആവുന്നു, മോട്ടറോ LED-യോ എന്തുമാകട്ടെ ഓൺ ആവുന്നു. അതിനുശേഷം 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, അത് ഓഫ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കോഡ് എഴുതിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഓരോ 2 സെക്കൻഡിലും ഒരു മോട്ടറോ LED-യോ ഓൺ ഓഫ് ആകണം. മറ്റേ LED ഓരോ സെക്കൻഡിലും ഓൺ ആകണം. ഒന്ന് 2 സെക്കൻഡ് ഇടപെട്ടും മറ്റേത് 1 സെക്കൻഡ് ഇടപെട്ട് ഓൺ ഓഫ് ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു റിസൾട്ട് ശരിക്കും ഇതിന് കിട്ടില്ല. കാരണം ആദ്യത്തെ മോട്ടർ ഹൈ ആയതിനു ശേഷം 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഈ 2 സെക്കൻഡ് സമയത്ത് പ്രോസസ്സർ വേറെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ആ ഡിലേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഇത് ഓഫ് ആവുക. അതിനുശേഷം മാത്രമേ 2ാമത്തെ LED ഓൺ ചെയ്യുള്ളൂ. അതിനുശേഷം 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, പിന്നെ ഇത് ഓഫ് ചെയ്യും. അപ്പൊ ടോട്ടൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടേ വീണ്ടും ഇവിടെ എത്തുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ എന്ത് സംഭവിക്കും? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നിലധികം ഔട്ട്പുട്ടുകൾ ഓണോ ഓഫോ ചെയ്യുമ്പോൾ ഡിലേ ഉപയോഗിക്കുന്നത് ശരിക്കും പ്രോസസ്സറിനെ കുറെ സമയം ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുത്തി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. നമുക്കറിയാം, ഒരു 16 മെഗാഹെർട്സിന്റെ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന ഒരു ആർഡിനോ ബോർഡിനെ സംബന്ധിച്ച്, 8 മെഗായുടെ ചിപ്പിനെ സംബന്ധിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ നടക്കാനായിട്ട് ഏകദേശം 62 നാനോ സെക്കൻഡേ ആവശ്യമുള്ളൂ. അതായത് അത്രയ്ക്കും 16 മില്യൺ പെർ സെക്കൻഡ്, അത്രയും സ്പീഡിൽ ഇൻസ്ട്രക്ഷൻസ് സ്പീഡിൽ ചെയ്യാനായിട്ട് അതിന് കഴിവുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡിലേ ഉപയോഗിക്കുമ്പോൾ ആ 2 സെക്കൻഡ് ഈ ഇത്രയും സ്പീഡുള്ള ഒരെണ്ണത്തെ പിടിച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊന്നും അതിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേപോലെ നമ്മളൊരു പുഷ് ബട്ടണോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മോട്ടറിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാലും ഈ ആർഡിനോ ഒരിക്കലും ആ പിന്ന് റീഡ് ചെയ്യില്ല ഈ 3 സെക്കൻഡ് സമയം വരെ. കാരണം ഈ ഓരോ സമയവും ഈ ഡിലേക്കുള്ളിൽ കയറുമ്പോൾ ആ ഡിലേ സമയത്ത് ബാക്കി ഒരു കാര്യവും ചെയ്യാനായിട്ട് പ്രോസസ്സറിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിലേ നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ ഒഴിവാക്കുമ്പോൾ എന്താണ് ഒരു വഴി നമുക്കുള്ളതെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മില്ലിസ് എന്ന് പറയുന്നത്. മില്ലിസ് വളരെ ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷനാണ് ആർഡിനോയെ സംബന്ധിച്ച്. മില്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡിനോയുടെ ബോർഡ് അല്ലെങ്കിൽ ആർഡിനോ ബോർഡോ അല്ലെങ്കിൽ ആർഡിനോയുടെ ചിപ്പോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ അത് ഓൺ ചെയ്തിട്ട് എത്ര മില്ലി സെക്കൻഡ് കഴിഞ്ഞു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് മില്ലിസ് എന്ന ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ, ആ മില്ലിസ് എന്ന ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ആർഡിനോ ഒരു വട്ടം ഓൺ ചെയ്തു, ഫസ്റ്റ് ടൈം ഓൺ ചെയ്യുന്ന സമയത്ത് അത് 1 മില്ലി സെക്കൻഡ് ആയിരിക്കും. അത് ഓരോ മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ഇങ്ങനെ അതിന്റെ വാല്യൂ കൂടി. ഞാനിപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സീരിയൽ പ്രിന്ററിന്റെ കോഡ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ മില്ലിസിനകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ കോഡ് എഴുതിയിട്ടുള്ളത്. അപ്പം ആദ്യം 0ൽ നിന്ന് തുടങ്ങി ഓരോ മില്ലി സെക്കൻഡിലും ഇതിങ്ങനെ വലുതായി പോകും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിന്റെ ഇടയ്ക്ക് 5 മില്ലി സെക്കൻഡ് ഡിലേ കാണുന്നുണ്ട്. കാരണം ഈ മില്ലി സെക്കൻഡ് ഇത് എഴുതാനായിട്ടുള്ള സമയമാണ്. അതായത് ഈ പ്രോഗ്രാം ഇതിൽ പ്രിന്റ് ചെയ്യാനെടുക്കാനുള്ള സമയത്തിനുള്ളിൽ തന്നെ മില്ലീസിന്റെ വാല്യൂ മുകളിലോട്ട് കയറി പോവുകയാണ്. മില്ലീസ് എന്നത് വളരെ വലിയൊരു സംഖ്യയാണ്. സാധാരണഗതിയിൽ ഇതിലെ പ്രോസസ്സർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 0ൽ തുടങ്ങി പതുക്കെ വാല്യൂ ഓരോ മില്ലി സെക്കൻഡിലും അതിന്റെ കയറി പോകും. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ 24,332 എന്ന് പറഞ്ഞാൽ ഏകദേശം 24,332 മില്ലി സെക്കൻഡ് കഴിഞ്ഞു ആ IC ഓൺ ചെയ്തിട്ടെന്ന് അർത്ഥം. അതായത് ഏകദേശം 24 സെക്കൻഡ് കഴിഞ്ഞു ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ വാല്യൂ ഏകദേശം 0ൽ തൊട്ട് 429,49,67,296 വരെ വലുതായി പോകും. ഏകദേശം ഒരു 420 കോടിയോളം വലിയൊരു സംഖ്യയാണ് ഈ മില്ലിസിനകത്തുള്ളത്.
അപ്പം ഇത് ഒരിക്കൽ ഓൺ ചെയ്തതിന് ശേഷം ഏകദേശം 49 ദിവസം കൊണ്ടാണ് ഈ സംഖ്യയിൽ എത്തിച്ചേരുക. 429 കോടി എന്നൊരു സംഖ്യ എത്തിച്ചേരാൻ, അത്രയും മില്ലി സെക്കൻഡിൽ എത്തിച്ചേരാനായിട്ട് ഏകദേശം 49 ദിവസം വേണം. അപ്പം ഒരിക്കൽ നമ്മളൊരു ആർഡിനോയുടെ ബോർഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 49 ദിവസം കഴിയുമ്പോൾ ഇതിലെ വാല്യൂ വീണ്ടും 0 ആവും. 0 ആയിട്ട് വീണ്ടും അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വളരെ വലിയ നമ്പർ ആയതുകൊണ്ട് ഈ നമ്പറിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ അൺസൈൻഡ് ലോങ് എന്ന ഫംഗ്ഷൻ ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അല്ലെങ്കിൽ ഇത്രയും വലിയ നമ്പർ നമ്മൾ സാധാരണ രീതിയിൽ ഇൻറ്റിജറിലോ ഫ്ലോട്ടിലോ ഒന്നും സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും ഈ മില്ലീസിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും അൺസൈൻഡ് ലോങ് വേണം ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിലേ അച്ചീവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ഞാൻ അതിനു വേണ്ടി ഒരു സിമ്പിൾ കാണിക്കാനായിട്ട്, നമുക്കറിയാം പ്രോസസ്സർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 0-ൽ തുടങ്ങി പതുക്കെ വാല്യൂ കുറയ്ക്കുക. ഏകദേശം 429 കോടി, 400 കോടിയിൽ വലിയൊരു സംഖ്യ വരെ ഇത് പതുക്കെ ഓടിക്കൊണ്ടിരിക്കും. ഇത് ഏത് സമയത്ത് നമുക്ക് റൺ ചെയ്യാം. അതായത് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എപ്പം നിങ്ങൾ മില്ലീസ് എന്ന ഫംഗ്ഷനെ വിളിച്ചാലും ആ സമയത്ത് മില്ലീസിനകത്തുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ആവുക. അത് ചിലപ്പം 50 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മില്ലീസ് എന്ന ഫംഗ്ഷൻ വിളിക്കുന്നതെങ്കിൽ 50,030 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു സംഖ്യ നമുക്ക് കിട്ടും. എപ്പോൾ ആ മില്ലീസ് എന്ന പ്രോഗ്രാം വിളിക്കുന്നു ആ സമയത്ത് ആ നമ്പർ നമുക്ക് കിട്ടും. അപ്പം നമുക്കതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന, ഫോർ എക്സാമ്പിൾ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാണ് നമ്മൾ നോക്കണമെങ്കിൽ അതിനകത്ത് വാല്യൂ 5000 മില്ലി സെക്കൻഡ് എന്നുള്ള വാല്യൂ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് IC ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞ് ഉള്ള സമയം നമ്മൾ ചെക്ക് ചെയ്താൽ 5000 മില്ലി സെക്കൻഡ് എന്നുള്ള വാല്യൂ നമുക്ക് അതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഇത് പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം. ഞാനൊരു സിംഗിൾ പ്രോഗ്രാം നമ്മൾ കാണിക്കുകയാണ്. അതിനുവേണ്ടി ഇവന്റ് 1 എന്നൊരു ഇൻറ്റിജർ, അത് നമ്മളൊരു നമ്പർ അൺസൈൻഡ് ലോങ് നമ്പർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ 1000 എന്നാണ്, 1000 എന്ന സംഖ്യ അതിൽ നമ്മൾ സേവ് ചെയ്തു. ഇനി ലൂപ്പിനകത്ത് നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇഫ് മില്ലീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇവന്റ് 1. അതായത് ഇവന്റ് 1-ലുള്ള വാല്യൂ, ഇവന്റ് 1 എന്ന സംഖ്യ കോൺസ്റ്റന്റ് ആണ്, 1000 ആണ്. അപ്പം മില്ലീസ് എന്ന ഫംഗ്ഷൻ ഞാൻ വിളിക്കുകയാണ്. അപ്പം അതിൻ്റെ വാല്യൂ 1000-ൽ കൂടുതലാണെങ്കിൽ മോട്ടോർ ഓൺ ചെയ്യുക, അല്ലെ LED ഓൺ ചെയ്യുക എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയാൽ അത് ഡിലേ നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാം ലൂപ്പ് റണ്ണായി, ആദ്യം കോഡ് ഇവിടെ വന്ന് നിൽക്കും. കോഡ് വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മില്ലീസിനകത്തുള്ള വാല്യൂ, അത് ഇപ്പോൾ ഉദാഹരണത്തിന് IC ഓൺ ചെയ്തതേ ഉള്ളെന്ന് വിചാരിക്കുക ബോർഡ്. അപ്പോൾ ആദ്യം അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 1, 2, 3 എന്ന് പറഞ്ഞ് നോക്കും. ഇപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മില്ലീസിനകത്തെ വാല്യൂ 50 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 50 ഏതായാലും ഇവന്റ് 1-നേക്കാൾ ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം റൺ ചെയ്യാതെ താഴത്തെ കോഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ചെയ്യും. ഡിലേ പോലെ അവിടെ വെയിറ്റ് ചെയ്യില്ല. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകാത്തത്തോളം കാലം ഇതിനുള്ളിൽ നടക്കുന്ന കാര്യം, അതായത് ഈ കർലി ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ഈ IC ചെയ്യുകയില്ല, നേരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരും. അതേസമയം നമ്മളിവിടെ ഡിലേ ആയി എഴുതിയെങ്കിൽ ആ ഡിലേ തീരുന്ന വരെ അതവിടെ വെറുതെ വെയിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മില്ലീസിന്റെ വാല്യൂ 1000 അല്ലെങ്കിൽ 1 സെക്കൻഡ് ആയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആയെങ്കിൽ ഇത് ചെയ്യുക എന്ന് നമ്മൾ കോഡ് എഴുതിയിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. അതായത് മില്ലീസിനകത്തെ വാല്യൂ 20 സെക്കൻഡ് ആയെങ്കിൽ മോട്ടോർ ഓൺ ചെയ്യുക. ഇനി 40 സെക്കൻഡ് ആണെങ്കിൽ ഒരു LED ഓൺ ചെയ്യുക. അല്ലെങ്കിൽ 100 സെക്കൻഡ് ആയെങ്കിൽ 100, അല്ലെങ്കിൽ ഇതിപ്പം അങ്ങനെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്ര വലിയ സംഖ്യ വേണമെങ്കിലും ഇടാം. കാരണം നമ്മൾ അൺസൈൻഡ് ലോങ് ആയതുകൊണ്ട് 429 കോടി പോലത്തെ അത്രയും വലിയ സംഖ്യ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം എത്ര വേണമെങ്കിലും ഇടാം. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഒരിക്കലും ഈ പ്രോഗ്രാം ലൂപ്പിൽ സ്റ്റോപ്പ് ആകുന്നില്ല. ഉദാഹരണത്തിന് 20 സെക്കൻഡ് ആയോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. മില്ലീസിന്റെ വാല്യൂ 20 സെക്കൻഡ് ആയില്ലെങ്കിൽ ഇതിനകത്തെ പ്രോഗ്രാം റൺ ചെയ്യില്ല, താഴോട്ട് വരും. താഴെ വന്നിട്ട് നോക്കും 40 സെക്കൻഡ് ആയോ എന്ന് നോക്കും, ഇല്ല, ആയിട്ടില്ല. അപ്പോൾ താഴോട്ട് വരും. അപ്പോൾ വീണ്ടും ഇത് മുകളിലോട്ട് പോകും. ലൂപ്പിനകത്താണ് എഴുതിയെങ്കിൽ ഏറ്റവും അടിയിലത്തെ സ്റ്റെപ്പ് ആയിട്ടില്ല, 100 സെക്കൻഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ തിരിച്ച് മുകളിൽ പോകും. വീണ്ടും നോക്കും 20 സെക്കൻഡ് ആയോ, 20 സെക്കൻഡ് ആയി കാണും. ഈ കുറച്ച് സമയം റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 20 സെക്കൻഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടോർ ഓൺ ആവും. താഴോട്ട് വരും, 40 സെക്കൻഡ് ആയിട്ടില്ല, ഇവിടെ വരും, വീണ്ടും മുകളിലോട്ട് പോകും. അപ്പോൾ എപ്പോൾ ഈ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ആവശ്യമുള്ള ഡിലേ കിട്ടുകയും ചെയ്യും, എന്നാൽ പ്രോഗ്രാം ഒരിക്കലും സ്റ്റോപ്പ് ആവുകയും ചെയ്യില്ല. ഇനി ഇങ്ങനെ എഴുതുമ്പോൾ അതിന് ചില കുഴപ്പങ്ങളുണ്ട്. നമുക്ക് ഈ 20 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ ആ സമയം കടന്നു പോയതുകൊണ്ട് വീണ്ടും നമുക്ക് ആ 20 സെക്കൻഡ് കിട്ടില്ല. കാരണം അത് ഓൾറെഡി അതിൻ്റെ വാല്യൂ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, എപ്പോഴും അത് ഓണായി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ ഒരു 20 സെക്കൻഡ് കഴിഞ്ഞാൽ എപ്പോഴും മില്ലീസിന്റെ വാല്യൂ 20-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ എപ്പോഴും എന്ത് ചെയ്യും, ഈ എല്ലാം 3 എപ്പോഴും ഓണായി തന്നെ നിൽക്കും. അതൊഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ
ഇവന്റ് 1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തേത് 1 സെക്കൻഡ് ആയിരുന്നു. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ മില്ലീസിന്റെ വാല്യൂ പതുക്കെ പതുക്കെ നീങ്ങി 1 സെക്കൻഡ് ആകുമ്പോൾ മോട്ടർ അല്ലെങ്കിൽ LED ഓൺ ആയി. ഈ LED ഓൺ ആയ ഉടനെ ഈ ഇവന്റ് 1 എന്ന സാധനത്തെ നമ്മൾ വീണ്ടും മുമ്പോട്ട് മാറ്റി 1000 സെക്കൻഡും 1000 മില്ലി സെക്കൻഡും മാറ്റി ഇവിടെ കൊണ്ടുപോയി വെക്കും. അതായത് നമ്മൾ സാധാരണ ഇതിൽ ഈ കുതിര ഓടുന്ന കുതിരയുടെ മുമ്പിൽ പുല്ല് പിടിക്കുന്നത് പോലെ കുതിര മുമ്പോട്ട് പോകും തോന്നും നമ്മൾ എന്ത് ചെയ്യും, പുല്ല് കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റി വെക്കും. അപ്പോൾ കുതിര വീണ്ടും വീണ്ടും പുല്ലിന്റെ പുറകെ വരൂ എന്ന് പറയുന്നത് പോലെ ഓരോ പ്രാവശ്യവും ഇവന്റിന്റെ അടുത്ത് ഇവന്റ് മാറ്റായി കഴിയുമ്പോൾ LED ഓൺ ആവും. അതിനുശേഷം എന്ത് ചെയ്യും, ഇവന്റിനെ നമ്മൾ വീണ്ടും 1000 സെക്കൻഡ് മുകളിലോട്ട് മാറ്റി വെക്കും. അത് വീണ്ടും അതായി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, LED. ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാമിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് പ്രൊസസ്സർ ഓൺ ചെയ്തു, പതുക്കെ പതുക്കെ മില്ലീസിന്റെ വാല്യൂ ഇപ്പോൾ ഇവന്റിന്റെ ടൈം എത്തിയിട്ടില്ല, എത്തി എന്ന് വിചാരിക്കുക. എത്തിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അടുത്ത ഇതിലേക്ക് മാറ്റും. എന്ത് ചെയ്യും, ഇവന്റ് ഇവിടെ 1000 മില്ലി സെക്കൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇവന്റിനെ കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റി ഇവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് ചെയ്യും, വീണ്ടും വീണ്ടും റൺ ചെയ്ത് ഇതിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അതിനെ പിടിച്ച് അടുത്ത കുറച്ചുകൂടെ അങ്ങ് മാറ്റി വെക്കും. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ കാര്യം എപ്പോഴും 1000 ഓരോ സെക്കൻഡിലും ആ LED ഓണോ ഓഫോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ കോഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിനകത്ത് നമ്മൾ എഴുതുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഈ നമ്പർ ടൈം എന്ന് പറയുന്ന സാധനം എപ്പോഴും അൺസൈൻഡ് ലോങ് എന്ന് പറഞ്ഞ് വേണം സേവ് ചെയ്യാൻ. കാരണം അത് വളരെ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് അപ്പൊ പ്രീവിയസ് ടൈം ഞാൻ 0 ആക്കി വെക്കുന്നു. അതിനുശേഷം കറന്റ് ടൈം എന്നത് ഞാനിവിടെ അൺസൈൻഡ് ലോങ് കറന്റ് ടൈം നമ്മൾ ലൂപ്പിനകത്തേക്ക് വന്നാൽ കറന്റ് ടൈം എന്നത് നമ്മൾ മില്ലീസിനെ കോൾ ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യും, കറന്റ് ടൈമിലേക്ക് മില്ലീസിനകത്തുള്ള ഇപ്പോഴത്തെ വാല്യൂ എത്രയാണോ, അത് ചിലപ്പം പ്രൊസസ്സർ ഓൺ ചെയ്തിട്ട് 10 സെക്കൻഡ് ആണ് ഇപ്പോൾ കഴിഞ്ഞേക്കെങ്കിൽ അതിനകത്തുള്ള വാല്യൂ 10,000 മില്ലി സെക്കൻഡ് ആയിരിക്കും. ആ 10,000 എന്ന സംഖ്യ ഇതിലേക്ക് സ്റ്റോർ ആവും. ഇനി 10,000 അല്ലെങ്കിൽ ഓൺ ചെയ്ത സമയമാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഓൺ ചെയ്തിട്ടേ ഉള്ളെങ്കിൽ ആദ്യം ഈ മില്ലീസിനകത്തുള്ള വാല്യൂ വെറും 50 ആയിരിക്കും. 50 100 അങ്ങനെ പതുക്കെ 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 കയറി പോകും. അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്തെ വാല്യൂ എക്സാമ്പിളിന് 10 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുകയാണ്, കറന്റ് ടൈം, അതിപ്പോൾ കറന്റ് ടൈം എത്രയാണ്, മില്ലീസിനകത്തുള്ള 10 മൈനസ് പ്രീവിയസ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0. അപ്പൊ 10 - 0 എന്ന് പറയുന്നത് ഇവന്റ് ഇന്റർവെൽ 1000-നേക്കാൾ വലുതാണോ എന്ന് നോക്കും. അപ്പോൾ പ്രീവിയസ് ടൈം ഇവിടെ 0 ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ 1000-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുക. അപ്പം അങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം എന്താണ്, ഉദാഹരണത്തിന് ഞാനിവിടെ കറന്റ് ടൈം ഇപ്പോൾ കൂടി 1000 മില്ലി സെക്കൻഡ് കടന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കറന്റ് ടൈമിനകത്ത് ഇപ്പോൾ ഉണ്ടാകുക വാല്യൂ 1001 ആണെന്ന് വിചാരിക്കുക. പ്രീവിയസ് ടൈം ഇപ്പോൾ എത്രയാണ്, 0 ആണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 1001 - 0 അപ്പൊ 1000-ൽ കൂടുതലായി. 1000-ൽ കൂടാകുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ LED-നെ ഓൺ ചെയ്തു. LED ഓൺ ചെയ്തതിന് ശേഷം ഉടനെ ഈ പ്രീവിയസ് ടൈമിനകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂ 0 ആണ്, അതിലേക്ക് നമ്മൾ ഇപ്പോഴുള്ള കറന്റ് ടൈം 1000 എന്നതങ്ങ് സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ ഇതിനകത്തുള്ള വാല്യൂ ഇപ്പോൾ 1000 ആയി. കറന്റ് ടൈം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ലൂപ്പിനകത്ത് ഇങ്ങനെ റൺ ചെയ്ത് ഇപ്പൊ ഈ 1000 1001 2 അങ്ങനെ കൂടി 2000 എത്തുന്നു. ഇപ്പൊ 2000 - 1000 ഇപ്പോൾ ഇതിനകത്തെ വാല്യൂ 1000 ആണ്, നമ്മൾ മാറ്റി വെച്ചു. 2000 മൈനസ് അല്ലെങ്കിൽ 2001 ആയി. ഇപ്പൊ 2001 - 1000 എന്തായി, ഇവന്റ് ഇന്റർവെൽ എന്നുള്ള വാല്യൂ സ്ഥിര സംഖ്യയാണ് 1000 എന്നത്, 1 സെക്കൻഡ്, അത് മാറുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, 2000 - 1000 ആയതിനു ശേഷം എന്ത് ചെയ്യും, LED വീണ്ടും ഇവിടെ ഞാൻ ഹൈ എന്ന് എഴുതിയിരിക്കുന്നത്, അത് വീണ്ടും കോഡ് മാറ്റി എഴുതണം. ഓരോ പ്രാവശ്യം LED ഓണും ഓഫും ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയല്ല കോഡ് എഴുതുക, ഇൻവേർട്ട് എന്ന് പറഞ്ഞ് എഴുതും, ഇൻവേർട്ട് LED സ്റ്റാറ്റസ്. അപ്പൊ എന്ത് ചെയ്യും, ഓരോ സെക്കൻഡിൽ കഴിയുമ്പോഴും LED സ്റ്റാറ്റസ് ഇൻവേർട്ട് ചെയ്യണം. ഈ കോഡ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് എഴുതിയതാണ്, ഇങ്ങനെയല്ല എഴുതേണ്ടത്. LED-നെ എപ്പോഴും ഓൺ ചെയ്താൽ പോരാ, നമുക്ക് എന്ത് ചെയ്യാം, LED സ്റ്റാറ്റസ് ഇൻവേർട്ട് എന്ന് എഴുതണം. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പോൾ ഏതാണോ സ്റ്റാറ്റസ് അതിനെ ഇൻവേർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിനകത്തെ വാല്യൂ 2000 ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കറന്റ് ടൈമിനകത്തേക്ക് 2000 സ്റ്റോർ ചെയ്യും. അതിനുശേഷം വീണ്ടും വരും. അപ്പൊ ഈ കറന്റ് ടൈം എന്നത് വീണ്ടും കൂടി 3000 എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും LED ഈ സ്റ്റാറ്റസ് മാറും. അപ്പൊ ഇതിലേക്ക് നമ്മൾ 3000 സ്റ്റോർ ചെയ്യും. അപ്പൊ ഓരോ പ്രാവശ്യവും ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്തെ കാര്യം ട്രൂ ആയി കഴിയുമ്പോൾ ആ പ്രീവിയസ് ടൈമിനകത്തേക്ക് അപ്പോഴുള്ള സമയം സ്റ്റോർ ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് റൺ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ പോയിന്റ് മാച്ചാകുന്ന സമയത്ത് അതിനെ വീണ്ടും മുമ്പോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉദ്ദേശം സാധിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ എഴുതുന്നത്. ഞാൻ എൻ്റെ കോഡിനകത്തുള്ള ഒരു പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാൻ ഇവിടെ
ഒരുപാട് ബട്ടൺസിന് ഡിലേ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രീവിയസ് ബട്ടൻ്റെ മെനു സെറ്റ് അങ്ങനെയുള്ള വാല്യൂസിനെല്ലാം ഞാൻ ടൈം കൊടുക്കുന്നു. ഞാൻ ഡിലേ ഉപയോഗിക്കുന്നില്ല. ബട്ടൻ്റെ ഡിലേ 100 മില്ലി സെക്കൻഡ് ഇട്ടിരിക്കുക. അപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്ലി സെക്കൻഡ്, അതെല്ലാം അൺസൈൻഡ് ലോങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുക. ഞാനിപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ കോഡ് നിങ്ങളെന്ന് കാണിക്കുവാണ്. ഞാനിവിടെ മൈക്രോ കൺട്രോളർ ചിപ്പിനകത്ത് പിൻ നമ്പർ A5 ഒരു ബസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബസറിനെ ഇടയ്ക്ക് ഓണും ഓഫും ചെയ്യണം. അത് ഡിലേ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ കോഡിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ മൈക്രോ കൺട്രോളറിൻ്റെ A5 എന്ന പിന്നിൽ, അതായത് അനലോഗ് ഔട്ട്പുട്ട് ലാസ്റ്റ് പിന്നിലാണ് ഞാനിവിടെ ബസർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പിന്നിലുള്ള ബസറിനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓൺ ഓഫ് ചെയ്യണം ഡിലേ ഉപയോഗിക്കാതെ. അതെങ്ങനെയാണ് ആ കോഡെന്ന് ഞാൻ നിങ്ങളിത് കാണിക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുക, അതിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ടെമ്പറേച്ചർ കൂടുതലോ വോൾട്ടേജ് കുറവോ ആണെങ്കിൽ, ഞാനൊരു ഓർ എഴുതിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടുതലോ വോൾട്ടേജ് കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യുക, കറന്റ് ടൈം ഈക്വൽ ടു മില്ലീസ്. മില്ലീസിനകത്തെ വാല്യൂ കറന്റ് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കറന്റ് ടൈം മൈനസ് പ്രീവിയസ് ടൈം എന്നത് ബസർ ഇന്റർവെൽ. ബസറിന് വേണ്ടി ഞാനൊരു സമയം ഇട്ടിട്ടുണ്ട്, 1 സെക്കൻഡോ അര സെക്കൻഡോ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അര സെക്കൻഡ് ആണെങ്കിൽ അര സെക്കൻഡ് കഴിഞ്ഞാൽ 500 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പോർട്ട് സിയിലെ 5 പിന്നിനെ 0 ആക്കുന്നു. ഞാനിവിടെ ഡീറ്റെയിൽ റൈറ്റ് ലോ എന്ന് എഴുതുന്നതിന് പകരം രജിസ്റ്ററിനെ ഡയറക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽ റൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണിത്. ഞാൻ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ റൈറ്റ് ഹൈ, ഡീറ്റെയിൽ റൈറ്റ് ലോ എന്ന് എഴുതുന്നതിന് പകരം ഈ ICയുടെ പോർട്ട് സിയുടെ 5, അതായത് നമുക്കറിയാം കോഡിനകത്ത് ഈ ICയുടെ ഇത് A5 എന്ന് പറഞ്ഞാൽ പോർട്ട് സി ആണിത്. പോർട്ട് സിയുടെ 5 എന്ന് പറഞ്ഞ പിന്നിനെ ഹൈ ആക്കാനായിട്ട് ഞാൻ ഡയറക്റ്റ് കോഡ് എഴുതിയിരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു, പോർട്ട് സിയിലേക്ക് ആ പിന്നിലെ 0 ആക്കുന്നു. 0 ആക്കിയതിന് ശേഷം എന്ത് സംഭവിക്കും, കറന്റ് ടൈമിലേക്ക് ഞാൻ പ്രീവിയസ് ടൈം സ്റ്റോർ ചെയ്യുന്നു. അതോടുകൂടി ഇത് റൺ ചെയ്തു. അതിനുശേഷം അടുത്ത കോഡിലേക്ക് വരികയാണ്. കറന്റ് ടൈം മൈനസ് പ്രീവിയസ് ടൈം 1. ഞാൻ അടുത്ത പ്രീവിയസ് ടൈം 1 എന്ന വേറെ ഒരു വേരിയബിളിൽ ബസർ ഇന്റർവൽ 1, ഞാൻ ഇതിനകത്ത് അര സെക്കൻഡും ഇതിനകത്ത് 10 സെക്കൻഡുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ PC5നെ 1 ആക്കുന്നു. അപ്പോൾ ഇവിടെ 0 ആക്കി, ഇവിടെ 1 ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ അര സെക്കൻഡ് കഴിയുമ്പോഴും ബസർ ഓൺ ആവും. പിന്നെ 10 സെക്കൻഡ് സമയത്തേക്ക് അത് ഓഫ് ആയിരിക്കും. അപ്പോൾ ഓണും ഓഫും മാറി മാറി വരും. ഇതിന് ഞാൻ ഡിലേ ഉപയോഗിച്ചാൽ, 2 ഡിലേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ പ്രോസസ്സർ വേറെ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കും. വേറെ ഒരു കാര്യവും അതിനെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ബസർ ഓരോ, നമുക്കറിയാം ഈ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കണ്ടിന്യൂസ് ബസർ അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അസൗകര്യമായിരിക്കും. അതുകൊണ്ട് 10 സെക്കൻഡ് സമയത്തേക്ക് വെറുതെ ഇരിക്കുന്നു, പിന്നെ അര സെക്കൻഡ് ചെറിയൊരു സൗണ്ട് വരുന്നു. ആ രീതിയിൽ എഴുതാൻ വേണ്ടിയാണ് ഞാനിവിടെ മില്ലീസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് രീതി വേണേലും എഴുതാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവേർട്ട് ചെയ്യാനായിട്ടും ഇങ്ങനെ എഴുതാം, പോർട്ട് സി ഇൻവേർട്ട് പോർട്ട് C5 1 എന്ന് ഇങ്ങനെ കോഡ് എഴുതിയാലും മതി. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ സമയം കഴിയുമ്പോഴും പോർട്ട് സിയിലെ വാല്യൂ എത്രയാണോ അതിനെ ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ 0 ആവുള്ളെങ്കിൽ 1 ആവും, അത് 1 ആവുള്ളെങ്കിൽ 0 ആവും. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ടൈം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓരോ അര സെക്കൻഡ് കഴിയുമ്പോഴും അത് ഓൺ ആവുന്നു, ഓഫ് ആവുന്നു. നിങ്ങൾക്ക് ഈ പോർട്ട് സി ആൻഡ് എന്ന് പറഞ്ഞ് എഴുതിയത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഡീറ്റെയിൽ റൈറ്റ് A5 ഹൈ അല്ലെങ്കിൽ ആ പിന്നിൻ്റെ ഹൈ എന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി. ഞാൻ പോർട്ടിനെ ഡയറക്റ്റ് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻസ് ആയിട്ട് നടക്കാൻ വേണ്ടി. അപ്പം മില്ലീസ് എങ്ങനെ യൂസ് ചെയ്യാം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് പ്രോസസ്സറിനെ വേസ്റ്റ് ചെയ്യാതെ, ടൈം മാക്സിമം അതിൻ്റെ സമയം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ മില്ലീസ് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പരമാവധി വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ എഴുതുന്ന കോഡുകളിൽ യൂസ് ചെയ്ത് പ്രോഗ്രാം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.